Hi guys, welcome back to my YouTube channel. Okay. എന്താ നമ്മളെവിടെയാണോ in front of the house. അപ്പം നടന്നുകൊണ്ട് പറയാം. നമ്മളിന്നൊരു ചെറിയ ഷോപ്പിങ്ങിനാണ് പോകുന്നത്. ഇവളുടെ ഗ്രാജുവേഷനാണ്. എനിക്ക് ഗ്രാജുവേഷൻ ഉണ്ട്, പക്ഷെ ചില സാങ്കേതിക കാരണങ്ങളാൽ എനിക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് തൽക്കാലം ഇപ്പോൾ ഇവളുടെ ഗ്രാജുവേഷൻ കൂടി സമാധാനപ്പെടാൻ നോക്കും. അപ്പോൾ ഗ്രാജുവേഷൻ ആകുമ്പം നമുക്ക് ഡ്രസ്സ് വേണമല്ലോ. അപ്പോൾ ഇവൾക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവാണ്. എന്തെങ്കിലും കിട്ടുമെന്നൊന്നും അറിയാൻ പാടില്ല. പിന്നെന്താ, സമ്മറിൻ്റെ കുറച്ച് ഡ്രസ്സ് എടുക്കണം അല്ലേ? പിന്നെ സ്പോണ്ടേനിയസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിക്കാം. അതെ. നല്ല വെയിലാണ്, 22 ഡിഗ്രി സംതിങ് ഉണ്ട്. പക്ഷെ എനിക്കിതാ ഇഷ്ടം. തണുപ്പിനേക്കാളും മഴയേക്കാളൊക്കെ എനിക്ക് വെയിലുള്ളതാ ഇഷ്ടം. On Wednesday 27 degrees. ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് ഇപ്പോൾ സമ്മറായിരിക്കും. പക്ഷെ നല്ലതാ. ബസ് നോക്കി ഇരുന്നിട്ട് ബസ് വന്നിട്ട് മെട്രോ മോൾ, നമ്മൾ എന്നും പോകുന്ന മോളില്ലേ അവിടെ തന്നെ, അവിടെ പോയിട്ടാണ് ഡ്രസ്സ് നോക്കുക. ഫസ്റ്റ് എവിടെയല്ലേ പോകുന്നത്? അവിടെ ഫസ്റ്റ്. യെസ്, നമ്മളെത്തി. പക്ഷെ ഉറക്കം വരുന്നു. സാധാരണ ഈ സമയത്ത് നമ്മൾ കിടന്ന് ഉറങ്ങുന്നതാണ്. എനിക്ക് പിന്നെ ഉച്ചയ്ക്ക് പുറത്തിറങ്ങാൻ ഇഷ്ടമല്ല, പക്ഷെ പോയേ നമുക്ക് പറ്റും, അതുകൊണ്ട് ഇറങ്ങിയതാണ്. എന്താ പറയേണ്ടത്? അത് നമ്മൾ സ്റ്റാർബക്സിൽ പോവാ. ഇല്ല, നമ്മൾ സ്റ്റാർബക്സിൽ കയറി. ഇത് എന്തായിരുന്നു, മാച്ച ഫ്രാപ്പിച്ചിനോ? യെസ്, ഇവക്ക് മാച്ചോട് അഡിക്റ്റഡ്, ഓബ്സസ്ഡ് ആയിപ്പോയി. എന്ത് മേടിച്ചാലും മാച്ച്. പക്ഷെ നല്ലതാ. നല്ല ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. പറ എങ്ങനെയുണ്ടെന്ന്. നമ്മളെ മാച്ച ഐസ്ക്രീം അത് ഭയങ്കര അടിപൊളിയാണ്. പക്ഷെ നാട്ടില് മാച്ച കിട്ടുമോ? ഇപ്പൊ കിട്ടുമായിരിക്കും, പക്ഷെ എനിക്ക് അത് ഇത്ര നല്ലതാണോന്ന് അറിയത്തില്ല. ഇറ്റ് ഡിപെൻഡ്സ് ഓൺ പ്ലേസ്. പക്ഷെ നല്ലതാ, പിന്നെ ഭയങ്കര ഹെൽത്തി ആണെന്നാണ് പറയുന്നത്. compared to the other things. But like I want some of these. I was like, what the hell are these? Okay guys, $21. നമുക്ക് എന്തോ കീ ചെയിൻ അത്രയ്ക്കൊന്നും ഇല്ല. ഇതിന് $8 ഉള്ളൂ. കുഴപ്പമില്ല. ഇത് മേടിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിനായിരിക്കുമല്ലോ കിട്ടുന്നത്. അത് നമുക്ക് പറയാൻ പറ്റില്ല, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇത് ക്യൂട്ടാ. ബാക്കി ഇതും കൊള്ളാം. ആണോ? ഇതിനാണ് ഇഷ്ടപ്പെട്ടേ? എനിക്ക് ഇതിനെനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ഭയങ്കര കളർ സ്കീം എനിക്ക് ഇതിനെ ഇഷ്ടപ്പെട്ടു. കുരുക്കി നോക്കി എന്താ അതിൻ്റെ ഉള്ളിൽ നിന്ന് കണ്ടുപിടിക്കുന്നു. ഇതിലെനിക്ക് തോന്നുന്നു ഇതായിരിക്കും. ഭയങ്കര ഹെവിയാ. ഈ സ്വിങ് വരുന്ന സാധനമാണ് എനിക്ക് തോന്നുന്നു ഇങ്ങനെ കുറച്ചുകൂടെ ഷെയ്ക്ക് ആവും അല്ലേ? എന്നാ ഇതായിരിക്കോ? ഇതെടുത്തോ. നോക്കിട്ട് എന്താ കണ്ടുപിടിക്കാം. കുലുക്കി നോക്കി ഇതെടുത്തു. പക്ഷെ അറിയത്തില്ല, ഓപ്പൺ ചെയ്ത് നോക്കുമ്പോ അറിയാം. ഇവൾക്ക് ഇത് വേണം, എനിക്ക് അത് വേണം. പക്ഷെ എനിക്ക് കുലുക്കി നോക്കിയിട്ട് ഇത് തന്നെ ആയിരിക്കും എന്നാ തോന്നുന്നത്. പ്ലീസ്, ഞാൻ ഇവളെ ട്രസ്റ്റ് ചെയ്യും. So scared guys. ദൈവമേ, വെയിറ്റ്, നോക്കണ്ട, നമുക്ക് സർപ്രൈസ് ആണ്. Guys, wait. What the hell, guys? So our loss. Okay. Oh my. Wait, did they open this shit already? Nice. Open it up? Yeah. I'm so scared. No, I don't think it's the one I want. ഇതല്ല, സ്വിങ് ഇല്ല. അതല്ല ഗൈസ്, അവക്ക് ഇതാ വേറെ. നോക്കില്ല മനസ്സിലായോ? ആണോ? നോക്ക്. അല്ല. ഓക്കെ, ഇതിന്റെ അരിയത് ഇത് നോക്കല്ലേ.
ഒട്ടും ഇഷ്ടമില്ലാത്തന്നല്ല ലീസ്റ്റ് ഈ സാധനത്തെ കിട്ടിയത്. പക്ഷെ ഇതിനെ വേണ്ടായിരുന്നു നമ്മൾ പറയുന്നു. I wanted all of these. I got like the one I did not want at നമ്മൾ all. കുലുക്കി കണ്ടുപിടിച്ചത് വെറുതെ ക്യൂട്ടാ, കുഴപ്പമില്ല അല്ലേ Guys, പക്ഷെ $17 മറ്റേത് വേണമായിരുന്നു. അതെല്ലാം കൂടെ സെറ്റ് ചെയ്യുമ്പോൾ നല്ലതായിരിക്കും. റിട്ടേൺ കൊടുക്കാൻ പറ്റുമായിരിക്കും അല്ലേ? first one. പക്ഷെ അവരങ്ങനെ അക്സെപ്റ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും അങ്ങനെ ചെയ്താൽ പോരെ. എൻ്റെ പേരെന്താ? പോം 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 പോം. പിന്നെ വേറെ എന്തോ കൂടി ഉണ്ട്. പോം പോം പുഴിയും. പോം പോം പുഴിയും. നല്ല പേര്. നമ്മൾ എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നത്? ഓക്കെ, ഈ സ്റ്റാൻഡില്ലേ? ഓ അങ്ങനെയാ. ഗൈസ് ഞാൻ കാണിച്ചു തരാം. ഈ സ്റ്റാൻഡുണ്ട്, ഈ കാർട്ടുണ്ട്, ഈ സ്ട്രോബെറി ഉണ്ട്. എനിക്ക് ഫിലിം ചെയ്യണ്ട ഇത്. അല്ല, ഞാൻ ഫിലിം ചെയ്തു. ഇതുമുണ്ട്. ഇത് നമ്മളിത് ഫിറ്റ് ചെയ്യണം. ഫിറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ 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 ഓക്കെ. ആ പക്ഷെ അപ്പൊ നല്ലതായിരിക്കും. എടാ വെടലേ ഒന്ന് കേറടാ. കുഴപ്പമില്ല, കുഴപ്പമില്ല, നല്ലതാ, ക്യൂട്ടാ. എന്നിട്ട് ഈ സ്ട്രോബെറി ഇവിടെ ഇങ്ങനെ വെച്ചാൽ നല്ലതാ. ആണോ? ആ എന്ത് ക്യൂട്ടാ. മുഖത്ത് കുറച്ചൊരു കളർ ലക്ഷണം ഉണ്ടെന്ന് ക്യൂട്ടല്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങക്ക് ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇപ്പൊ ഇതെല്ലാം കൂടെ വെക്കുമ്പോ ഒരു ക്യൂട്ട്. നമ്മള് വന്നത് ഡ്രസ്സ് എടുക്കാനോ, പക്ഷെ അത് ഒഴിച്ച് ബാക്കി കൊറേ കറങ്ങി. ഫുഡ് കഴിച്ചിട്ട് വരാം. ട്രൈ ചെയ്യുന്നുണ്ടോ? വൈറ്റ് തന്നെയല്ലേ നോക്കുന്നുള്ളൂ? ആസ് യൂഷ്വൽ ഡ്രസ്സൊന്നും കിട്ടിയില്ല. പട്ടി ചന്തയ്ക്ക് തിരിച്ചു വീട്ടിൽ പോണ്ടി. സാറയിലും കൂടെ കയറി നോക്കാം ലാസ്റ്റ്. നമുക്ക് ഇനി എന്താ ഷാമ്പു മേടിക്കണോ? ഷാമ്പു, കണ്ടീഷണർ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ മേടിച്ച് സാറയിലും കയറി കുറച്ച് ട്രയലൊക്കെ ചെയ്തിട്ട് തിരിച്ചു വീട്ടിൽ പോകും. പിന്നെ നല്ല ഡിസ്റ്റർബൻസ് ഉണ്ടാവും ഞാൻ ഈ റെക്കോർഡ് ചെയ്യുന്ന ഓഡിയോയിലെന്ന് തോന്നുന്നത്. ഒന്നും ചെയ്യാൻ പറ്റില്ല, എൻ്റെ കയ്യിൽ മൈക്കില്ല. പക്ഷെ ഇവിടുത്തെ എംപ്ലോയീസ് വോക്കി ടോക്കി യൂസ് ചെയ്തിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. അതുകൊണ്ട് എല്ലാവരും അതൊന്ന് ഇഗ്നോർ ചെയ്യാം. നമ്മൾ ഡ്രസ്സ് തപ്പി ലാസ്റ്റ് H&Mലെത്തി. അവൾ ട്രയൽ ചെയ്ത് നോക്കാൻ വേണ്ടി പോയിക്കാം. ഓൾമോസ്റ്റ് ഒരു 9 ഡ്രസ്സ് കണ്ട് എടുത്തിട്ടുണ്ട്. എല്ലാം ട്രയൽ ചെയ്ത് നോക്കിയിട്ട് ഏതെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ എടുക്കാൻ നോക്കുന്നു. ഞാനിപ്പോൾ ഇവിടെ പുറത്ത് വെയിറ്റ് ചെയ്യും. നോർമലി ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ വലിയ നല്ല കളക്ഷൻസ് ഒന്നും ഉണ്ടാവാത്തതാണ്. നമ്മൾ 1-2 തവണ ഇവിടെ വന്നിട്ടൊന്നും എടുക്കാണ്ട് പോയിട്ടുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം കുറേ നല്ല ഡ്രസ്സും മൊത്തത്തിൽ നല്ല കളക്ഷൻസ് ഉണ്ട്. അതും പ്രൈസും അത്ര വലിയ പ്രൈസൊന്നുമില്ല. എനിക്ക് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷേ മടിയാവുന്നു. അതുകൊണ്ട് ഞാനൊന്നും നോക്കിയില്ല. കുറേ ഇങ്ങനെ നോക്കി വിട്ടു, പക്ഷെ ട്രയൽ ചെയ്യാതെ നോക്കാനുള്ളൊരു ഉഷാറില്ല, ഉറക്കം വരുന്നു. അപ്പം എനിക്ക് പിന്നെ പ്രത്യേകിച്ച് ഒക്കേഷൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ എടുക്കുന്നില്ല. നോക്കുക, അവൾ ട്രൈ ചെയ്യുന്നത് ആള് വീഡിയോസ് എടുക്കുകയാണെങ്കിൽ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. ഒരു ഡ്രസ്സും 2 ടോപ്പും ഇഷ്ടപ്പെട്ടു. വന്നതിന് എന്തായാലും കാര്യമുണ്ട്. അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും എടുത്തല്ലോ. പക്ഷെ ഗ്രാജുവേഷൻ്റെ ഒന്നും കിട്ടിയില്ല, നോർമൽ ഡെയിലി യൂസിനുള്ളൂ. എനിക്ക് എപ്പോൾ വന്നാലും നെഗ്ഡിന്ന് ഈ ഐസ്ക്രീം കഴിക്കണം. അതെന്തോ ഭയങ്കര ഇതായിപ്പോയി. പക്ഷെ ചെറിയ പൈസ $1 ഉള്ളൂ. അപ്പോൾ ഇവർക്ക് ഐസ്ക്രീം വേണ്ട, ഡ്രിങ്ക് പറയുന്നത്. കഴിഞ്ഞു ഇന്നത്തെ പരിപാടി. ഷോപ്പിംഗ് കഴിഞ്ഞ്. അതെ, ആവശ്യമുള്ള കാര്യത്തിനല്ലേ, കുഴപ്പമില്ല. പൈസ വരും പോവും എന്നൊക്കെ പറയുന്നതിന് അവിടെ ചെന്നിട്ട് പപ്പയും മമ്മയും ബാങ്ക് ബാലൻസ് എത്ര ആയത് ചോദിക്കുമ്പോഴാണ് ഇല്ല കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ക്ലോത്ത്സ് ഒക്കെ ആവശ്യമുള്ളല്ലേ. സോ ഗൈസ്, വീട്ടിൽ പോവാ. 9 പക്ഷെ ഇപ്പോഴും സൺസെറ്റ് ആയിട്ടില്ല. ഒരു 7 ഒക്കെ ആയൊരു ഫീലുള്ളൂ. അപ്പോൾ ഇനിയൊന്നുമില്ല. വീട്ടിൽ ചെന്നിട്ട് ഇതൊക്കെ ട്രൈ ചെയ്ത് പപ്പേനെ മമ്മീനെ കാണിക്കാം, അപ്രൂവല് മേടിച്ചിട്ട് കിടന്നുറങ്ങുക. സോ ടയർഡ്. ഓക്കെ ഗൈസ്, അപ്പം അത്രയേ ഉള്ളൂ.
ഇനി നെക്സ്റ്റ് ഡേ എപ്പോഴേലും നമ്മൾ ഒരു ഇൻട്രസ്റ്റിംഗ് കോണ്ടന്റ് ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ ബൈ. യാ, താങ്ക്സ് ഫോർ വാച്ചിങ്.